ഗൈസ്, അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു A4 ഷീറ്റ് വേണം, പിന്നെ ഒരു പശ വേണം, കത്രികയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് കത്രിക യൂസ് ചെയ്യാൻ അത്ര ഒരു ഇതായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞാൻ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതേപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ബുക്സ് ആണ്, നല്ല സ്മോൾ കുഞ്ഞു നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ് ആക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. ശേഷം ഇതേപോലെ ഇപ്പോഴത്തെ കൂടി ഇതേപോലെ നട്ടിയെ കൂടി മടക്കാം. അതേപോലെ തന്നെ ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് മടക്കാം. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ ഈ 4 വരകൾ കണ്ടു, 3 വര നമുക്ക് ഇതിങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ 4 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ വെക്കാം. ഇത് വീണ്ടും ഇതതുപോലെ ഒന്നും കൂടി മടക്കുക. ഇതേപോലെ 3 പ്രാവശ്യം ഇതിങ്ങനെ മടക്കണം. അതുപോലെ നമുക്ക് ഇതെല്ലാം ചെയ്ത ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഇത് 4 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ ഇതെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറും നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കണം. അങ്ങനെ ഇതേപോലെ ഇത് യോജിപ്പിച്ച് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാല പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചുണ്ടിയൊന്നും കളയരുത്. ഇനി നമുക്ക് ഇതുപോലെ മുമ്പോട്ട് ബാക്കോട്ട് അതുപോലെ നമുക്ക് ഫുള്ള് മാറ്റിയെടുക്കാം. മുമ്പോട്ട് ബാക്കോട്ട് തന്നെ മാറ്റിയെടുക്കാം. അതിന്റെ ആ ഒരു വര തന്നെ ഇങ്ങനെ ഇതാക്കരുത്, അതിന് മുമ്പോട്ട് ബാക്കോട്ട് തന്നെ ആക്കിയെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ മാല ഇതുപോലെ മാറ്റിയെടുക്കാം. ഇതാണ് സംഭവം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളും തരാം. പക്ഷേ ഇതിന് ചുണ്ടിക്ക് മടവൊന്നും കളയരുത്, അതുപോലെ തന്നെ ഇനി ഇവിടെ നോട്ടി ഇവിടെ വഴി ഫുള്ളായിട്ട് ഇവിടെ നിന്ന് പശ കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ബുക്ക് പോലെ ഇതിൽ ഇങ്ങനെ മടക്കിയിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പശ തേച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ചോദിച്ച് അവസാനം ബുക്ക് വായിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. അങ്ങനെ എല്ലാத்தைയും നമ്മൾ പശ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് രണ്ടും പശ തേച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പശ ഫുള്ള് നിൽക്കാൻ തേച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തതിന് ശേഷം A4 ആണെന്നില്ല ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് ഇതിന് ചുറ്റും പോയതിനു ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ വേറെ ട്രിക്ക് ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പറാണ്. A4 ഷീറ്റ് ചുറ്റും വേണ്ടത്. എന്തെങ്കിലും A4 ഷീറ്റ് പകുതിയേ ഉള്ളൂ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് നടുക്കുന്നേ മുറിക്കണം. ഈ പകുതി ഭാഗത്ത് കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങോട്ട് മടക്കണം. A4 ഷീറ്റാണ് ശരിക്കും വേണ്ടത്. എന്നിട്ട് ഞാൻ A4 ഷീറ്റിന് ശരിക്കും പറഞ്ഞത് A4 ഷീറ്റാണെങ്കിൽ ഇങ്ങോട്ടും മടക്കിയ ശേഷം ആ 4 വര ഉണ്ടാവില്ല ഇങ്ങനെ, അതിന് ഒരു കോളം മാത്രം എടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ആ ഒരു കോളത്തിലാണ് ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുക, ഇങ്ങോട്ട് നമുക്ക് ആക്കി ബുക്കിട്ടാം. നമുക്ക് ഇത് ശരിക്കും A4 ഷീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത് പകുതി കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇതെടുത്തത്. A4 ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും നന്നായിരുന്നു. ഇത് വീഡിയോ ഉണ്ടാവും. എന്നാലും ഇത് നമുക്ക് ഇതിന് ഈ ഒരു കുളം ചട്ട പോലത്തെ സാധനം നമുക്ക് ഇതിലോട്ടും അങ്ങനെ ഇട്ടിട്ട് ഇത് ഇതാക്കാൻ പറ്റുന്നതാണ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ആ സംഭവം ഞാനിതെടുത്ത് കാണിച്ചതാണ്. ഇതുപോലെ ഇതാക്കി കഴിഞ്ഞിട്ട് ഇതേപ്പുറത്ത് മാറ്റി കഴിഞ്ഞ് നമ്മൾ ഈ പോയിന്റ് ചട്ടയിലേക്ക് ഇങ്ങനെ ഇട്ട് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു പേജിലേക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഈ പൊടിയും സെറ്റായിട്ട് നമുക്ക് നല്ല കിടക്ക ബുക്കുകൾ ആക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ വേറെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഒരു പൂവാണ്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുന്ന സാധനമാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്. ഒരു മാതികോടീനം പോലെയുള്ള ഒരു സാധനമാണ്. ഇത് വീശി നല്ല കാറ്റ് കിട്ടും. പിന്നെ അതിൻ്റെ വലുത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കാര്യം കിട്ടില്ല. പിന്നെയാണ് മെയിനായിട്ടുള്ള സാധനം വരുന്നത് ഇതേപോലത്തെ സാധനം. നിങ്ങൾ കാണിച്ചത് കുറേ ഉത്സവത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധനമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു നോക്കിയതാണ്. ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ട് ചെയ്തതല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്ത ബുക്ക് തന്നെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.